അത് കരിയാതെ നിൽക്കുക, ഓക്കെ, അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഈ ചുവന്നുള്ളി ചതച്ചിട്ട് മൂപ്പിച്ചിട്ടേ ആ വെളിച്ചെണ്ണ കൂടെ കൂടെ പുരട്ടി കൊടുക്കുന്നത് ചെറിയ ചൊറി, ചിരങ്ങ്, ചൊറിച്ചില്, അതുപോലെ വ്രണങ്ങള്, അതുപോലെ എന്തെങ്കിലും കീടങ്ങളൊക്കെ കടിച്ചുണ്ടാകുന്ന ആ വ്രണപ്പാടുകൾ കരിഞ്ഞു പോകുന്നതിന്, ഉണങ്ങുന്നതിന്, അവിടെ ഉണ്ടാകുന്ന നിറവ്യത്യാസവും പാടും ഒക്കെ മാഞ്ഞു പോകുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രം ചെയ്തുകൊണ്ട് ശരിയാവില്ല, തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം വരും. കാരണം ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ കോവിഡ് വന്ന് മാറിയതിനു ശേഷം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ജലദോഷവും ചുമയും. ഓക്കെ, ഈ തുമ്മലും ആച്ചിയും ചുമയും നെഞ്ചിൽ കഫക്കെട്ടും ധാരാളം പേർക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇത് വന്നു മാറിക്കഴിഞ്ഞാൽ 2 ആഴ്ച, 1 മാസമോ 3 മാസമോ 6 മാസമോ ഒക്കെ പലരും ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരക്കാര് സബോള ഉണ്ടല്ലോ, അത് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. പ്രത്യേകിച്ച് അത് അരിഞ്ഞെടുത്തിട്ട് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുന്നത് സഹായകരമാവും. ഈ ജലദോഷത്തെ അകറ്റി നിർത്തുന്നതിനും അത് ബാധിച്ചു കഴിഞ്ഞാൽ പോലും അതിന്റെ തീവ്രത കുറയുന്നതിനും സഹായിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലും മറ്റു കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ജലദോഷം പിടിക്കപ്പെട്ടിട്ടുണ്ട്.